ഹലോ ഗായ്സ്, അങ്ങനെ ഈദ് ഹോളിഡേയ്സ് എത്തി. ഒപ്പം ദേ ഇവരും. ഐസുബം ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു ഇവർ വരുമെന്ന് പറഞ്ഞപ്പോൾ കേട്ടോ. കഥകിൻ്റെ അവിടെ പോയി കുറേ നേരം നിന്നു. അത് കഴിഞ്ഞ് എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവർ സ്ഥിരം വരുന്നവരല്ല, വല്ലപ്പോഴും വരുന്നവരാണ്. അതിന് കാരണം ഡ്യൂട്ടിയൊക്കെ തന്നെയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും വന്നുകൊണ്ടിരുന്നവരാണ്. ഇപ്പം ഡ്യൂട്ടി കാരണം രണ്ടുപേർക്കും ഇതുപോലൊരു ലോങ് അവധി കിട്ടിയാലേ വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവർ വരുമ്പോൾ. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരുമ്പോൾ ഇല്ലാത്തൊരു പ്രത്യേകത ഇവർ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഇവരോട് എനിക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കൂട്ടുകാരായിട്ടല്ല, ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് തുടക്കം മുതൽ ദേ ഇപ്പോൾ ഈ നിമിഷം വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പിണക്കവും വഴക്കും ഒക്കെ ഉണ്ടായാലും ഇവർക്കെന്തോ ഞങ്ങളെ നന്നായിട്ട് മനസ്സിലാകും. അതിപ്പോൾ ഞാനാണെങ്കിലും ചേട്ടായി ആണെങ്കിലും രണ്ടുപേരുടെ സ്വഭാവം A to Z അറിയാവുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ചേട്ടായും രഞ്ജനയും ഒരേ നാട്ടുകാരായതുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവർ അടി ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമാണ്. ചില ഫ്രണ്ട്ഷിപ്പിനോടൊക്കെ ഇത്രയും ആത്മാർത്ഥത തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തിരിച്ചൊരു ചിരി പോലും പ്രതീക്ഷിക്കാത്തതുകൊണ്ടാവണം. കാരണം ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതൊരു ചിരിയാണെങ്കിൽ പോലും പരസ്പരം അവസ്ഥകളും വിഷമങ്ങളും ഒക്കെ അറിയാവുന്നതുകൊണ്ടാവും ഞങ്ങൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാറില്ല. അങ്ങനെ ഈ ഒരു ചെറിയ അവധി ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ആഘോഷിച്ചു. ഫുഡടിയും വർത്താനം പറച്ചിലും സിനിമ കാണലും ഒക്കെ ആയി. ഇവർ പോകാൻ നേരമായപ്പോൾ ആയസപ്പം നല്ല ഉറക്കമായിരുന്നു. ഇനി എണ്ണീക്കുമ്പോൾ ഒരു ബഹളം ഉണ്ടാവും. എന്താണെങ്കിലും ഇനി അടുത്ത അവധിക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ ബൈ ഗായ്സ്, മിസ് യു.